പത്തനംതിട്ടക്കാരി IB ഉദ്യോഗസ്ഥ മേഘ എന്ന പെൺകുട്ടി ഓരോരോ തെളിവുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന അയാൾ ഈ പെൺകുട്ടി സ്നേഹിച്ചിരുന്ന പയ്യൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഗർഭചിത്രം നടത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ റൂമിൽ പോയി ബാഗ് നോക്കി അച്ഛനും അമ്മയും പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ തെളിവുകളൊക്കെ കിട്ടി. അപ്പോൾ ഇവൻ പക്ക ഫ്രോഡാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഈ സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന ഇവൻ പക്ക ഫ്രോഡാണ്. ഇവൻ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോവുകയും പെൺകുട്ടികളെ സ്നേഹം നടിക്കുകയും ചെയ്തിട്ട് ഇതുപോലെ പണം മൊത്തത്തിൽ അങ്ങ് കൈക്കലാക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മിടുക്കൻ. മേഘയ്ക്ക് മാസം തോറും സാലറി കിട്ടുന്ന ആ പൈസ മുഴുവനും ഫുള്ളും ഈ സുഗാന്ത് അങ്ങ് കൈവശപ്പെടുത്തി അവൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റി. ഈ സ്നേഹവിവരമൊക്കെ ഈ അമ്മയും അച്ഛനും ഇപ്പം ഈ കുറച്ച് നാളുകൊണ്ടാണ് അറിഞ്ഞെങ്കിലും മോളെടുത്ത് പറഞ്ഞെങ്കിലും അവർ സ്നേഹിച്ചു പോയത് കൊണ്ടായിരിക്കാം, അവൾ വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം അവൾ അതിൽ നിന്നും പിന്മാറിയില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിഞ്ഞുകൂടെയിരുന്നു ഇവൻ്റെ ഈ രണ്ടു മുഖമുള്ള സ്വഭാവം. രണ്ടു മുഖം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഇവളെയും വെച്ചുകൊണ്ടിരിക്കും, മറ്റേ വശത്ത് മറ്റുള്ള സ്ത്രീകളെയും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള സ്വഭാവം. ഇവന് ഈ പണത്തിൻ്റെ അഹങ്കാരം ഒത്തിരി കൂടുതലായിരുന്നു. അതും ഒറ്റ മോനായിരുന്നു. പണത്തിൻ്റെ അഹങ്കാരം കൂടിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇവൻ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ അവൻ ഇതാ ഒളിവിൽ പോയി. ഇവനെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റണില്ല? ഈ സുഗാന്തിനെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റില്ല? ഇതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് പേര് കാണും, ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഒരുപാട് പേര് കാണും. അതുകൊണ്ടാണ് ഇവനെ പിടിക്കാൻ പറ്റാത്തത്. അപ്പം അവന് നല്ല സപ്പോർട്ടുണ്ട്. ഇവൻ അപ്പോഴപ്പോഴുള്ള ന്യൂസുകളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആയിരുന്നാലും ശരിയാണ്, ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ഇവ ഉണ്ടാക്കി ഗർഭചിത്രം നടത്തിയെന്നും ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ വ്യാജ രേഖകൾ ഇവ ഉണ്ടാക്കി. അപ്പം അതിന് നല്ല ഒരു തെളിവിൻ്റെ ഒരിതാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയും കൂടെ ആയപ്പോൾ ഇവ ഒന്നുമില്ല എന്ന് ഒരു പ്രശ്നവും ഇല്ല, ഞാനല്ല ഇതിന് കുറ്റക്കാരൻ, അവളെ അമ്മയും അച്ഛനുമാണ് അവളെ മാനസികമായിട്ട് പീഡിപ്പിച്ച്, ഞാനും അവളും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവർ മാനസികമായിട്ട് പീഡിപ്പിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. 2 മാസം നമ്മൾ താമസിച്ചതൊക്കെ ശരിയാണ്. നീ 2 മാസം താമസിച്ചടാ, അത് ശരി തന്നെയാണ്. നീ 2 മാസം താമസിച്ച് ഇല്ലെന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നിട്ട് ഇതിന് അബോർഷൻ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക ഇതൊക്കെ ഉണ്ട്, പിന്നെ പണം കൊടുത്തൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ വ്യാജ അങ്ങനത്തെ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിക്കണം. അതെല്ലാം ഇവൻ ഒപ്പിച്ച് ഇവൻ എപ്പോഴും എത്ര ഫ്രോഡാണെന്നുള്ളത് ഇതിൽ വെച്ച് മനസ്സിലാക്കിയോണം. പക്ക ഫ്രോഡ്. അതാണ് പറയണത്, ഒരു IB ഉദ്യോഗസ്ഥനാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ സ്ഥാപനത്തിന് തന്നെ നാണക്കേടായ ഒരു കാര്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടേണ്ടത് അത്യാവശ്യമാണ്. ജോലിയിൽ എടുക്കരുത്, ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. ഈ പെൺകുട്ടി എന്ത് തന്നെ ആയാലും നഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരിതായത് കൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിന് പിന്നീട് ജീവിക്കണ്ട എന്ന് തോന്നി. ഇവൻ ഇങ്ങനെ എത്രത്തോളം ചെയ്തതുകൊണ്ട് അതിന് ജീവിക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അതിങ്ങനെ ചെയ്തത്. പക്ഷേ അമ്മയ്ക്കും അച്ഛനും അത് നഷ്ടമായി. എന്നാൽ തന്നെ ഇവൻ ചെയ്ത ക്രൂരത, ഇവൻ ഇത്രത്തോളമൊക്കെ ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഇവൻ എത്രത്തോളം ഇവൻ്റെ മനസ്സിൽ ഇത് കിടന്നിട്ടാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ട് ഈ പണം അയച്ച് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത് ഫുള്ളും ഈ പൈസ മറ്റേ സ്ത്രീകൾക്കായിട്ട് കൊടുക്കുമായിരുന്നു. ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ട് ഈ യുവതി എന്നുള്ളതാണ്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായി ഇവർ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനായി ചില രേഖകൾ ഉണ്ടാക്കി എന്നിട്ടുണ്ട്. വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ മൊട്ടത്തലയെ എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ യുവതിയുടെ ബാഗിൽ നിന്നും ക്ഷണക്കത്തടക്കം വ്യാജ കല്യാണ കത്തടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ശേഷം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും ഈ സുഗാന്ത് പിന്മാറുകയായിരുന്നു. യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയോട് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് ഈ യുവതിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാരണം എന്നതാണ്
അപ്പോഴീ യുവതിയുടെ വീട്ടിൽ വിളിച്ച് യവൻ തന്നെയാണ് പറഞ്ഞ വിവാഹത്തിന് യവന് താല്പര്യമില്ലാന്ന്. അതിന് യവൻ പറഞ്ഞ എന്തരാണ്, ഇവര് വിവാഹം കഴിച്ച് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വിവാഹം കഴിച്ച് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ ആ ക്രിമിനലിൻ്റെ അമ്മയും അച്ഛനും ഇവിടെ വന്ന് പെണ്ണാലോചിച്ച് പറയണത്, പെണ്ണാലോചിച്ച് എന്നിട്ട് ഇവർക്ക് താല്പര്യമില്ലെന്നാണ് അവൻ പറഞ്ഞത്. നിലവിൽ മനസ്സിലാക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സുഗാന്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ കുടുംബം പറഞ്ഞതാണ്. കൃത്യമായ തെളിവുകളുടെ ബലമില്ലാത്തത് കൊണ്ടായിരുന്നു നേരത്തെ ഇയാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷേ പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നത്. ഈ യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ സുഗാന്തിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന, ഈ മരിച്ച യുവതിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ചില തെളിവുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സുഗാന്തിനെതിരെ പ്രതി ചേർത്തത്. ബലാത്സംഗം ചെയ്യുക, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്, വകുപ്പുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ വകുപ്പുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു, കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് അവൻ കൊടുത്തു. കുറേ കള്ളക്കഥകൾ അങ്ങോട്ട് പറഞ്ഞ് ഇല്ലാത്തതും മൊത്തം വെച്ച് പിടിപ്പിച്ച് അതിൽ വെച്ച് മനസ്സിലാക്കണം ഇവൻ്റെ പിന്നിൽ ആളുണ്ടാ ഇല്ലേ എന്നുള്ളത് അതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. കള്ളത്തരങ്ങൾ അത്രയും പറഞ്ഞ് ഇവൻ പിടിപ്പിച്ച് മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത്, എടാ നീ അഴി എണ്ണാൻ പോണേ ഉള്ളൂ, നിന്നെ പിടിച്ചിടും, അത് ഉറപ്പാണ്. ഇനിയിപ്പം എന്തായാലും വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇനി അവനെ അറസ്റ്റ് ചെയ്യും. ഇവൻ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇത് ആർക്കും പിടിക്കാൻ പറ്റിയില്ലെന്ന ഒരു കഷ്ടമാണ്. പോലീസിനൊന്നും പിടിക്കാൻ പറ്റിയില്ല എന്നാണ് പറയണത്. എന്തായാലും കണ്ടുപിടിക്കും. നിലവിൽ ഇപ്പോഴും ഈ സുഗാന്ത ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലുക്കൌട്ട് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട്, മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് ഇയാൾ എന്നുള്ളതാണ്. ഏതായാലും ഇയാളെ പോലീസ് അന്വേഷണം വ്യാപകമായി തന്നെ ഊർജിതമായി തന്നെ ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വകുപ്പ് തല നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കും എന്നുള്ളതാണ് ഇനി മനസ്സിലാകുന്നത്. കാരണം ഇതുവരെ സുഗാന്തിനെതിരെ പ്രതി ചേർത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് കടന്നിരുന്നില്ല. ഇയാളും ഒരു IB ഉദ്യോഗസ്ഥനാണ്. ഇനി വകുപ്പ് തല നടപടികളിലേക്ക് കൂടി ഉടൻ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ തെളിവുകൾ സുഗാന്തിനെതിരെ ലഭിക്കുകയാണ്. ഇവൻ്റെ അമ്മയും അച്ഛനെയും എല്ലാവരെയും കൊണ്ടാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ആ വീട്ടിൽ കിടക്കുന്ന നാക്കെടുക്കാ പ്രാണികൾക്ക് ഒന്നും കിട്ടാതെ കിടന്ന് ഭയങ്കരമായ വിളി. ഈ മൊട്ട തലേനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ജീവിതവും തൊലച്ച് എന്നിട്ട് അത് ആത്മഹത്യയും ചെയ്ത്. ഇതിങ്ങനെയുള്ള മനപ്രയാസം കൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇല്ലെങ്കിൽ ഇത് ചെയ്യൂലായിരുന്നു. ഇവ മിടുക്കനാണല്ലോ, മിടുക്കനാണ്, മിടുക്കൻ. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അതിനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇവ കൊണ്ടുവന്ന് റൂമും എടുത്ത് വീടും എടുത്ത് അവിടെ താമസിച്ച് പെൺകുട്ടി പ്രഗ്നൻ്റായി. അതിനുശേഷം കൊണ്ടുവന്ന് ഗർഭചിത്രം നടത്തണ്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നിട കള്ള ഹിമാറേ വന്നിട്ട് പോയി അതാ പാതാളത്തിൽ ഒളിച്ചിരിക്കുന്നു. അയ്യോ, അവിടെ വായു ഒക്കെ കിട്ടുമോ എന്തോ, വായുവും ഫുഡിനൊക്കെ എന്തോ ചെയ്യുമോ എന്തോ. കുഴിക്കകത്ത് ഒളിച്ചിരുന്നാൽ പിന്നെ ഫുഡിനൊക്കെ എന്തോ, അതൊക്കെ ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ആൾ കാണും. ഇവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കണതാണ്. ഈ അമ്മയും അച്ഛനെയും കിടന്ന് ഉയരെരിയണത് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടണം. നെട്ടോട്ടം ഓടണ ആ അച്ഛൻ. ഈ പെൺകുട്ടി വിചാരിച്ചതുമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല, ഇത്രത്തോളം എത്തുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യണ്ടേന്ന്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അല്ലാതെ സ്നേഹിച്ചെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യൂലായിരുന്നു. പക്ഷേ ഇങ്ങനെ അത് കുട്ടി പ്രഗ്നൻ്റ് ആയി. അതിൻ്റെ ഇടയിൽ ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നത് ആ അച്ഛൻ. മീഡിയയുടെ മുന്നിലൊക്കെ വന്ന് പറയണ കണ്ട സങ്കടം വരുന്നുണ്ട്. ഈ ക്രിമിനലിനെ പിടിക്കാനും പറ്റണില്ല. അവൻ എവിടെ പോയി ഒളിച്ചിരിക്കണം. അവൻ്റെ അമ്മയും അച്ഛനെയും കൂടെ തന്നെ കൊണ്ടുപോയത്. എന്തായാലും ഒറ്റയ്ക്ക് പോയില്ല കേട്ടോ, അമ്മയും അച്ഛനെയും കൊണ്ടുപോയി പാതാളക്കുഴിയിൽ ഒളിച്ചിരിക്കുന്നു. സുഗാന്ത് സുരേഷേ, നിന്റെ പേരിൽ കള്ളത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഒളിച്ചിരിക്കൂല. കള്ളത്തരം ഉള്ളത് കൊണ്ടാണ് നീ പോയി ഒളിച്ചിരിക്കണത് പാതാളക്കുഴിക്കകത്ത്. പോയി കീഴടങ്ങ്, അതാണ് പറ്റിയത് നിനക്ക്. കീഴടങ്ങിയിട്ടുള്ള സത്യങ്ങൾ തുറന്നു പറയും. നീ കുറേ കള്ള ഇതുകൾ അങ്ങോട്ട് അയച്ചു കൊടുത്തല്ല ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് നീ കള്ളത്തരങ്ങൾ പറഞ്ഞില്ലേ,
അപ്പം നീ എല്ലാം ഉള്ള സത്യം ചെന്ന് പറയേ, അതാണ് ചെയ്യേണ്ടത്. എന്തായാലും കുറേ തെളിവുകൾ കണ്ടെത്തിയല്ല, ഇനി നിൻ്റെ ഒരടവ് നടക്കൂല, ഇനിയും കണ്ടെത്തണം, ഇനിയും തെളിവുകൾ കണ്ടെത്തുക തന്നെ വേണം. ഇവനെ എത്രയും പെട്ടെന്ന് ഈ മൊട്ടത്തലേനെ അറസ്റ്റ് ചെയ്യണം.